പലപ്പോഴും മൊബൈൽ ഫോണിന് റേഞ്ച് കിട്ടാതെ നമ്മൾ കുടുങ്ങാറില്ലേ? കനത്ത മഴയും കാർമേഘങ്ങളും ഉള്ളപ്പോൾ DTH പണിമുടക്കില്ലേ? ഇതേ സംവിധാനമാണ് വന്യമൃഗങ്ങൾക്ക് ഘടിപ്പിക്കാറുള്ള റേഡിയോ കോളറിലും. മൊബൈൽ ടവറുള്ള സ്ഥലത്ത് സിം വഴിയും അതില്ലാത്തിടത്ത് സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയിലുമാണ് റേഡിയോ കോളറിന്റെ പ്രവർത്തനം. റേഡിയോ കോളർ ഘടിപ്പിച്ച് ആനയെ കാടുകയറ്റുന്ന ആദ്യ ദിവസങ്ങളിലാണ് വനം വകുപ്പ് തുടർച്ചയായി അതിനെ ട്രാക്ക് ചെയ്യുക. പിന്നീട് ഇത് ദിവസത്തിൽ 2-3 തവണ മാത്രമായിരിക്കും. ട്രാക്ക് ചെയ്യുന്നതിനനുസരിച്ച് റേഡിയോ കോളറിലെ ബാറ്ററി ചാർജ് തീരുന്നതാണ് ഇതിന് കാരണം. ബാറ്ററി തീരാതിരിക്കാൻ ട്രാക്കിങ്ങിന് ടൈം സെറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട്. ട്രാക്കിംഗ് അപ്ഡേഷനുകളുടെ ഇടവേള 8-10 മണിക്കൂറുമൊക്കെ ആകാം. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ അരിക്കൊമ്പനിൽ ഘടിപ്പിച്ച റേഡിയോ കോളറിലെ ബാറ്ററിയിൽ ഇപ്പോൾ 92% ചാർജ് ബാക്കിയുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് മാനന്തവാടി നഗരത്തിലിറങ്ങിയ തണ്ണീർക്കൊമ്പനിലും ഇപ്പോൾ ആളെ കൊന്ന മോഴയാനയ്ക്കും കർണാടക വനംവകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. മോഴയാനയുടെ കൃത്യമായ ലൊക്കേഷൻ എവിടെയെന്ന വിവരം കർണാടകം നൽകിയിരുന്നില്ലെന്നാണ് പരാതി. കൃത്യമായ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ആന്റിന ഘടിപ്പിച്ച വയർലെസ് സംവിധാനമുണ്ട്. അത് കേരള വനംവകുപ്പിന് കൈമാറാത്തതിനാലാണ് മാനന്തവാടിയിലെ ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്തതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.